നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യം ഇടുക്കി മാങ്കുളത്തുണ്ടായ അപകട വാർത്തയിലേക്ക്. ആനക്കുളത്തിന് സമീപം ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 4ആയി. 11 പേർ പരുക്കേറ്റ് ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, 50 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത് എന്നതാണ് റിപ്പോർട്ട്. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നത് ഇപ്പോൾ വ്യക്തമാകുന്നു. 4 പേർ മരണമടഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപമാണ് ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. 4 പേർ മരിച്ചു എന്നുള്ളതാണ്. 11 പേർ പരുക്കേറ്റ ചികിത്സയിലാണ്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നതാണ്. രാഹുൽ, വിശദാംശങ്ങൾ. അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ ട്രാവലർ മറിഞ്ഞുള്ള അപകടം ഉണ്ടാകുന്നത്. അത് ഇത്ര വലിയ തീവ്രത ഉണ്ടാക്കുന്ന ഒരു അപകടമായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നല്ല. 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പിതാവ്, 70 വയസ്സുള്ള മറ്റൊരാൾ, 38 വയസ്സുള്ള മറ്റൊരാൾ, എന്നിങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാങ്കുളത്തിനും അതുപോലെ തന്നെ ആനക്കുളത്തിനും ഇടയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ഈ സ്ഥലത്ത് അപകടം ഉണ്ടായിട്ടുള്ളതാണ്. 15 തവണ അപകടം ഉണ്ടായിട്ടുള്ളതാണ്. ഒരു എന്താ പറയുക, നാട്ടുകാർ വലിയ തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല എന്നുള്ള ഒരു വലിയ പരാതി നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമായത് എന്നുള്ളതും നാട്ടുകാർ ഒരു പരാതി പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ 71 വയസ്സാണ്. തേനി സ്വദേശി അവിനാഷ് മൂർത്തി 30 വയസ്സ്. അതുപോലെ തന്നെ ഈ അവിനാഷിന്റെ മകൻ തൻവിക് 2 വയസ്സ്. ഈറോഡ് വിശാഖ മെറ്റൽ ഉടമ PK സേതു എന്നിവരാണ് ഈ മരിച്ച 4 പേരെന്ന് പറയുന്നത്. ബാക്കി 10 പേരുണ്ട്. ഈ 10 പേരും ചികിത്സയിലാണ്. ആദ്യം ഈ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടുത്തെ ചികിത്സാ സംവിധാനം അത്ര പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കാം അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരും തന്നെ ചികിത്സയിലില്ല. തൊട്ടടുത്ത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയുണ്ട്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആശുപത്രി അടിമാലിയിലുണ്ട്. അവിടെ 4 പേർ ചികിത്സയിലുണ്ട്. ബാക്കി 6 പേരെയും തൊടുപുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തേക്കുമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ അഭിനവിന്റെ മരണം തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഇവർ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. ആനക്കുളത്ത് ആനകളെ കാണുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് അവർ മൂന്നാറിൽ നിന്ന് പുറപ്പെടുന്നത്. 5 മണിയോട് കൂടി ആനക്കുളത്തിന് സമീപത്ത് വെച്ചുള്ള ഈ വളവിൽ, ഈ കുത്തിറക്കത്തിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികളായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഈ വളവിനും ഈ ഇറക്കത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാണുമ്പോൾ വലിയ ഒരു കുത്തിറക്കം തോന്നില്ലെങ്കിലും വാഹനങ്ങൾ കൃത്യമായി ഓടിച്ചില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വലിയ ഗിയറിൽ ഇറങ്ങി പോകേണ്ടതുണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അത് അത്ര പരിചയം ഉണ്ടാകില്ല. അതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെയാണ് പറയേണ്ടത്. ഇനി വാഹനത്തിന് മറ്റെന്തെങ്കിലും തകരാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചതിന് ശേഷമേ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനും കഴിയുള്ളൂ. എന്തായാലും ഈ അപകടം പറ്റിയ ഉടൻ തന്നെ നാട്ടുകാർ ഈ സ്ഥലത്തേക്ക് ഓടിക്കൂടുകയും ഇവരെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ചില ആളുകൾ വാഹനത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ അതിലെ വന്ന മറ്റ് വിനോദസഞ്ചാരികളുടെ വാഹനത്തിൽ കയറ്റിയാണ് ഈ ആശുപത്രികളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തത്. ഇടുക്കി മാങ്കുളത്താണ് നിയന്ത്രണമറ്റ ട്രാവലർ 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരണമടഞ്ഞത്. പൗരത്വ ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സതുദ്ദേശത്തോടെ അല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനുള്ളിൽ പൗരത്വം നൽകുന്ന നടപടി ആരംഭിച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അനുബന്ധമായി പുറപ്പെടുവിച്ച ചട്ടത്തിന്റെയോ സാധുതാ പരിശോധനയിലേക്ക് സുപ്രീം കോടതി ഇന്ന് കടന്നില്ല. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകളിൽ മറുപടി അറിയിക്കാൻ സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപേക്ഷകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുള്ളതാണ്. പൗരത്വ നിയമമോ ചട്ടമോ ഒരാൾക്കും പൗരത്വം നിഷേധിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനോ അല്ല. നടപടികളും സംവിധാനങ്ങളും പൂർത്തിയാകാൻ 3 മാസമെങ്കിലും വേണ്ടിവരുമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി.
കേന്ദ്ര നിലപാടിനെ ശക്തമായാണ് എതിർപക്ഷം ഗണ്ണിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഈ നിയമം ലംഘിക്കുന്നു. ഒരു മതവിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. നിയമം പാസായി 4 വർഷവും 4 മാസവും കഴിഞ്ഞാണ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അസ്വാഭാവികത കാണാമെന്നും ഹർജിക്കാർ വാദിച്ചു. അപേക്ഷകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി അടിയന്തര ഇടക്കാല സ്റ്റേയ്ക്ക് തയ്യാറായില്ല. ഇക്കാലയളവിൽ പൗരത്വം അനുവദിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും കോടതി വിലയിരുത്തി. ഈ മറുപടി നൽകുന്നതും അടുത്ത പ്രാവശ്യം കോടതിയിൽ കേസ് വരുന്നതിനിടയിൽ ആർക്കും പൗരത്വം നൽകരുത് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ആവശ്യം. ആ ആവശ്യം കോടതി ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അംഗീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. 3 ആഴ്ച സാവകാശമാണ് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല, കേരള സർക്കാർ എന്നിവരുടെ അടക്കമുള്ള ഹർജികൾ ഇനി ഏപ്രിൽ 9 സുപ്രീം കോടതി പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. പാലക്കാട്ട് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ നടത്തിയ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാനെത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെ പാലക്കാട്ടെത്തിയ പ്രധാനമന്ത്രി മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി നേരെ അഞ്ചുവിളക്കിലേക്ക്. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പാലക്കാട്, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും. അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ബാരിക്കേഡുകൾക്ക് ഇരുവശവും നിന്ന് BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. റോഡ് ഷോ വളരെ ആവേശകരമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു. പാലക്കാട് ജനതയ്ക്ക് വലിയൊരു ആവേശക്കടല് തിരയിളകി മോദിജി വന്നപ്പോൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കും. മോദിയുടെ ആ വരവ് ഒരു ഗജകേസരിയുടെ ഒരു വരവായിരുന്നു. അതോടുകൂടി ഇവിടുത്തെ പാലക്കാടിലെ മൊത്തം ജനങ്ങൾ ആവേശക്കടലിലാണ്. 20 മിനിറ്റിൽ റോഡ് ഷോ പൂർത്തിയാക്കി മടക്കം संबोधित करेंगे. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ജില്ലയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വീണ്ടും പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയാൽ ഇത്തവണ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാട് സന്ദർശനത്തെ പരിഹസിച്ച LDFും UDFും BJPക്ക് 1 വോട്ട് പോലും അധികം ലഭിക്കില്ലെന്ന് CPIM പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനം തുടർന്നാൽ UDFിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് NDA വിജയം ഉറപ്പിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2 മാസത്തിനിടെ 5ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. മോദി ഇനിയും കേരളത്തിൽ എത്തണമെന്നാണ് ആഗ്രഹമെന്നും എത്ര തവണ വരുന്നോ അത്രയും നേട്ടം UDFിന് ലഭിക്കുമെന്നും രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നോ അത്രയും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. പാലക്കാടിന് ഒരു വികസന പദ്ധതിയും തരാത്തതിലുള്ള ക്ഷമാപണമാണ് പ്രധാനമന്ത്രി നടത്തേണ്ടതെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കഴിഞ്ഞ തവണ വന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ എവിടെയെന്ന് ജനം ചിന്തിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും തുറന്നടിച്ചു. മോദിയുടെ വരവോടെ പാലക്കാട്ടെ വിജയമുറപ്പിച്ചെന്ന് K. സുരേന്ദ്രനും തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി വീണ്ടും തൃശൂരിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ വരവേൽക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഇത്തവണ മാറുക തന്നെ ചെയ്യും. ഈ മണ്ഡലവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടികൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം അതിൽ ഉചിതമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സാധാരണക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയെ വീണ്ടും കേരളത്തിലെത്തിക്കാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. 24 പാലക്കാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാമിനെ ഒഴിവാക്കിയതിൽ വിവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അബ്ദുൽ സലാമിനെ ഫോണിൽ വിളിച്ചു. പരാതിയില്ലെന്നും വിവാദം അനാവശ്യമാണെന്നുമാണ് അബ്ദുൽ സലാമിന്റെ പ്രതികരണം. പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ
തുറന്ന ജീപ്പിൽ നരേന്ദ്രമോദിക്കൊപ്പം മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാമിനെ കണ്ടില്ല. പിന്നാലെ വിവാദം. വാഹനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്ന് ഡോക്ടർ എം അബ്ദുൽ സലാം. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാൻ ശ്രമം നടത്തണം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി. അത്ര ക്രിയേറ്റീവ് സ്റ്റോറീസ്. പ്രൈം മിനിസ്റ്റർ വണ്ടി കയറണമെന്ന് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് BJP-കാരനാണ് ഉള്ളത്? BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം അബ്ദുൽ സലാമിനെ ഫോണിൽ വിളിച്ച് സാഹചര്യം തിരക്കി. തനിക്ക് പരാതി ഇല്ലെന്ന് അബ്ദുൽ സലാം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. 24 മലപ്പുറം. കാണികൾക്ക് ദൃശ്യവിസ്മയമൊരുക്കി ഫ്ലവേഴ്സ് സിംഫണി മെഗാ ഷോ. വടകര അറക്കൽ പൂരത്തിന്റെ ഭാഗമായി അറക്കൽ കടപ്പുറത്താണ് പരിപാടി പുരോഗമിക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. അറക്കൽ കടപ്പുറത്ത് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശങ്ങൾ. അനുജ, അറക്കൽ പൂരത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനമാണ് അറക്കൽ കടപ്പുറത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലവേഴ്സിന്റെയും ഗോകുലം ഗ്രൂപ്പിന്റെയും ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലനായിരുന്നു സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് പരിപാടിയിലെ മുഖ്യാതിഥി. മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായുള്ള ആളുകൾ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമായിരിക്കും ഫ്ലവേഴ്സിന്റെ കലാവിരുന്നായ ഫ്ലവേഴ്സ് സിംഫണി മെഗാ ഷോ നടക്കാൻ പോകുന്നത്. സംഗീതവും നൃത്തവും അഭിനയവും ഒക്കെ കൂടിച്ചേരുന്ന ഒരു പിടി വിസ്മയമാണ് ആളുകളെ കാത്തിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശരത്താണ് മെഗാ ഷോ നയിക്കാൻ പോകുന്നത്. ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, പ്രസീത ചാലക്കുടി ഉൾപ്പെടെയുള്ള പ്രമുഖരായുള്ള ആളുകൾ ഈ മെഗാ ഷോയുടെ ഭാഗമായി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗറിന്റെയും കോമഡി ഉത്സവത്തിലെ താരങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് ഇവിടെ ഈ പരിപാടി കാണാനായി എത്തിയിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്നു. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ മെഗാ ഷോ, ഫ്ലവേഴ്സ് സിംഫണി മെഗാ ഷോ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ആളുകൾ. അനുജ, ശരി. അറക്കൽ കടപ്പുറത്ത് നിന്നാണ് രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകിയത്. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് ഉടൻ പുറത്തിറക്കും. പ്രകടന പത്രികയുടെ കരട് അന്തിമ അനുമതിക്കായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരിഗണനയ്ക്ക് വിട്ടു. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഉറപ്പുകൾ ഗെയിം ചേഞ്ചർ ആകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പങ്കാളിത്ത ന്യായം, കർഷക ന്യായം, യുവന്യായം, തൊഴിൽ ന്യായം, മഹിളാ ന്യായം 5 ഇനങ്ങളിലായി 25 പദ്ധതികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവർത്തക സമിതിയിലെ വിശദ ചർച്ചയ്ക്ക് ശേഷം പ്രകടന പത്രികയുടെ അന്തിമ അംഗീകാരത്തിനായി കോൺഗ്രസ് അധ്യക്ഷന് കൈമാറി. മോദിയേക്കാൾ മുൻപ് രാഹുൽ ഗാന്ധിയാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകിയതെന്ന് KC വേണുഗോപാൽ. This 5 guarantee is going to be the game changer of this election. Party decided to take this message to the people of this country. On one side, government totally ignoring the youth of this country, farmers of this country, women of this country and workers of this country. കർണാടക മോഡൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കോൺഗ്രസ് നീക്കം. ന്യായ് ഗ്യാരണ്ടികൾ താഴെത്തട്ടിലെത്തിക്കാൻ നിർദ്ദേശം നൽകി. കശ്മീരിന് സംസ്ഥാന പദവി, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമനിർമ്മാണം എന്നിവയാണ് മറ്റു പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. 24 ഡൽഹി. ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി അധ്യക്ഷൻ പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. RLJPക്ക് സീറ്റ് നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ജാർഖണ്ഡിൽ JMM MLA സീതാ സോറൻ BJPയിൽ ചേർന്നു. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ NDAയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ഇന്നലെയാണ് ബീഹാറിലെ NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഘടകകക്ഷിയായ RLJPക്ക് ഒരു സീറ്റ് പോലും നൽകിയില്ല. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 5 സീറ്റുകൾ നൽകിയതും RLJPയെ ചൊടിപ്പിച്ചു. അതൃപ്തി രേഖപ്പെടുത്തിയതിനു പിന്നാലെ RLJP അധ്യക്ഷൻ പശുപതി പരസ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. സഖ്യമുപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. ബീഹാറിൽ BJP 17 സീറ്റുകളിലും JDU 16 സീറ്റുകളിലും
ജിതൻ മാഞ്ചിയുടെ HAM 2 സീറ്റുകളിലുമാണ് മത്സരിക്കുക. BJPയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. പട്ടികയിൽ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. മറ്റു പാർട്ടികളിലെ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ BJP തുടരുകയാണ്. ഇതിനിടയിലാണ് പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് JMM വിട്ട് സീതാ സോറൻ BJP അംഗത്വം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ JMMന് സീതാ സോറന്റെ പാർട്ടി വിടൽ തിരിച്ചടിയാകും. 24 ഡൽഹി. RJD നേതാവ് V. സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കവടിയാറിലെ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻപിള്ളയെ കണ്ടത്. മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. പത്മജി അടക്കം കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് കൂടണഞ്ഞപ്പോൾ ഇടതു നേതാക്കൾ ചിലരും പാർട്ടിയിലേക്ക് വരുമെന്നായിരുന്നു BJP സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് V. സുരേന്ദ്രൻപിള്ളയെ രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തി കണ്ടത്. രാവിലെ 9:15 കവടിയാറിലെ സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ 15 മിനിറ്റോളം ചിലവിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. സുരേന്ദ്രൻപിള്ളജി ഒരു വലിയൊരു എൻ്റെ ഇതിൽ വലിയൊരു റെസ്പെക്റ്റഡ് ലീഡറാണ്. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ ഞാനൊരു കേർട്ടസി വിസിറ്റിന് പോയി. അവിടുന്ന് ക്യാമ്പയിൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഒരു രാഷ്ട്രവുമില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സാധാരണ നിലയിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും താൻ LDFന്റെ പ്രവർത്തകനാണെന്ന് വിശദീകരിച്ചുവെന്നും സുരേന്ദ്രൻപിള്ളയും പറയുന്നു. RJDയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ ഉന്നയിച്ചതടക്കം മുൻപ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതേസമയം BJPയെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJPയെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ ഗവൺമെന്റ് വിവിധങ്ങളായ വഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇതിനെല്ലാം എതിരായ വലിയ പോരാട്ടത്തിലേക്കാണ് രാജ്യത്തെ ജനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ സുരേന്ദ്രൻപിള്ളയോടുള്ള CPMന്റെ നിലപാട് നിർണായകമാകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ആലപ്പുഴ പുറക്കാട്ട് കടൽ ഉൾവലിഞ്ഞതിൽ ആശങ്ക വേണ്ടെന്ന് റിപ്പോർട്ട്. ചാകരയ്ക്ക് മുൻപുള്ള സ്വാഭാവിക പ്രതിഭാസമെന്ന് അമ്പലപ്പുഴ തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. 850 മീറ്റർ ദൂരത്ത് 50 മീറ്ററോളം ഉള്ളിലേക്ക് കടൽ വലിഞ്ഞതാണ് മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കിയത്. ഇന്നലെ രാത്രി മുതൽ പുറക്കാട് 300 മീറ്റർ ഭാഗത്ത് കടൽ ഉൾവലിഞ്ഞു തുടങ്ങി. വെളുപ്പിന് 5:30 പുറക്കാട് തീരത്ത് വടക്ക് പായൽക്കുളങ്ങര മുതൽ തെക്കോട്ട് 850 മീറ്റർ ദൂരം നീളത്തിൽ കടൽ പിന്നോട്ട് വലിഞ്ഞത്. 50 മീറ്റർ ദൂരം അകത്തേക്ക് കടൽ വലിഞ്ഞപ്പോൾ ആ ഭാഗത്ത് വലിയ ചെളിയടിഞ്ഞതാണ് കണ്ടത്. ഇത് സ്വാഭാവികമായ പ്രതിഭാസമാണെന്ന് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പ്രതിഭാസം രൂപപ്പെടുന്നത് ചെളി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെയാണ്. അത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ളവരാണ്. ആശങ്കയുണ്ടായത് സുനാമി ദുരന്തത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ വളരെ വലിയ തരത്തിലേക്ക് ഇത് ഗൗരവത്തോടെ കാണാൻ പറ്റുന്നു. കടൽ ഉൾവലിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക പരന്നു. സുനാമി ദുരന്ത സമയത്ത് ഇത്തരത്തിൽ കടൽ വലിഞ്ഞിരുന്നു. ഇതാണ് ആശങ്ക ഉയരാൻ കാരണം. കടൽക്ഷോഭ മുന്നറിയിപ്പായി കരുതി തീരത്ത് നങ്കൂരമിട്ട ബോട്ടുകളും വള്ളങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിയതിനാൽ വൻ നഷ്ടം ഒഴിവായി. ഉച്ചയ്ക്ക് ശേഷം അമ്പലപ്പുഴ തഹസിൽദാരും റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. സ്വാഭാവിക പ്രതിഭാസം എന്ന റിപ്പോർട്ടാണ് ഇവർ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. കടൽ ഉൾവലിഞ്ഞ പ്രദേശങ്ങളുടെ സമീപ തീരമേഖലയായ തോട്ടപ്പള്ളി, പുന്തല, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ കടലേറ്റവും ഉണ്ടായി. നാളെയോടെ സ്ഥിതി സാധാരണഗതിയിലേക്ക് എത്തുമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 24 ആലപ്പുഴ. കോഴിക്കോട് പേരാമ്പ്ര അനു കൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസമാണ് കസ്റ്റഡി കാലാവധി. മുജീബിനെ ബൈക്ക് മോഷ്ടിച്ച കണ്ണൂരിലെ മട്ടന്നൂരിലെത്തിച്ച് തെളിവെടുത്തു. പേരാമ്പ്രയിലെ അനു കൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ തെളിവെടുപ്പ് തുടങ്ങി. പേരാമ്പ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. മുജീബിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കും. സമാനമായ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താനാണ് പോലീസ് നീക്കം. മുജീബിനെ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 10-ാം തീയതിയാണ് മട്ടന്നൂരിലെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത്. ഈ ബൈക്കിലെത്തിയാണ് മുജീബ് കൊലപാതകം നടത്തിയത്. ഇയാളെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ചും തെളിവെടുക്കാനാണ് പോലീസിന്റെ നീക്കം.
കൊലപാതക സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം മുത്തേരി പീഡന കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. 24 കണ്ണൂർ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് യുവാവ് മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാധനങ്ങളുമായി പോയ ലോറിയിൽ നിന്നാണ് അനന്തുവിന്റെ ദേഹത്തേക്ക് കരിങ്കല്ല് വീണത്. അപകടത്തിൽ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. രാവിലെ 7:30യോടെയാണ് അപകടം. തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്ന ലോറിയിൽ നിന്ന് എതിർദിശയിൽ നിന്ന് വന്ന അനന്തുവിന്റെ ശരീരത്തിലേക്ക് കരിങ്കല്ല് വീഴുകയായിരുന്നു. റോഡിലെ കുഴി ഒഴിവാക്കി പോകാനുള്ള ടിപ്പറിന്റെ ശ്രമത്തിനിടെയാണ് കല്ല് തെറിച്ച് വീണത്. അപകടത്തിൽ അനന്തുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അമിതമായി ലോഡ് കയറ്റി ടിപ്പർ വന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഓവർലോഡ് തന്നെ, എപ്പോഴും അവർ ഓവർലോഡിലെ വണ്ടി കല്ല് കൊണ്ടുപോകുള്ളൂ. എപ്പോഴും ഓവർലോഡ്. അത് പോലീസ് ഗവനിക്കുക അല്ലെങ്കിൽ ആ കമ്പനിക്കാരെ ഗവനിക്കുക ഒന്നും ചെയ്യുന്നില്ല. ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപകടത്തെ തുടർന്ന് തുറമുഖത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി. തുറമുഖത്തിനകത്തേക്ക് കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപകടമുണ്ടാക്കിയ ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അശ്രദ്ധമായി വാഹനമോടിക്കൽ, ജീവന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ വാഹനമോടിച്ച് തുടങ്ങിയ ദുർബല വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അപകടമുണ്ടാക്കിയ ടിപ്പർ നേരത്തെയും നിയമലംഘനം നടത്തിയ വാഹനമാണ്. റോഡ് നിയമം പാലിക്കാത്തതിനും അമിതഭാരം കയറ്റിയതിനുമാണ് ഗതാഗത വകുപ്പും പോലീസും പിഴ ചുമത്തിയത്. സ്വകാര്യ കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ് മരിച്ച അനന്തു. അനന്തുവിന്റെ പിതാവ് വിദേശത്താണ്. മാതാവും സഹോദരിയും മുത്തശ്ശിയുമാണ് വിഴിഞ്ഞത്തെ വീട്ടിലുള്ളത്. 24 തിരുവനന്തപുരം. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടയപ്പയ്ക്കായി പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം തുടങ്ങി. സ്ഥിരമായി ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും വനം വകുപ്പ് ആരംഭിച്ചു. ആനയെ ഉടൻ ഉൾവനത്തിലേക്ക് തുരത്താൻ കഴിയില്ലെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. ജനവാസ മേഖലയിൽ പടയപ്പയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയത്. ഡ്രോൺ നിരീക്ഷണം ഫലപ്രദമാകുമോ എന്നറിയാൻ പരീക്ഷണം നടത്തി. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയിലാണ് ആന നിലവിലുള്ളത്. പടയപ്പയെ ഉടൻ മയക്കുവെടിവെക്കില്ല. ഉൾക്കാട്ടിലേക്ക് തുരത്താനാണ് തീരുമാനം. സർക്കാർ അനുമതി ലഭിച്ചാൽ ഡ്രോൺ ഉപയോഗിച്ച് ആനയുടെ സഞ്ചാരപഥം മുൻകൂട്ടി അറിഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകും. RRT സേവനവും കാര്യക്ഷമമാക്കും. നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇവിടെയുള്ള എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പടയപ്പ ജനവാസ മേഖലയിൽ എത്താതിരിക്കാനുള്ള നടപടികളായിരിക്കും ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. പടയപ്പയുടെ മതപ്പാട് കാലം കഴിഞ്ഞതിനാൽ ഇനി അക്രമം കാട്ടില്ലെന്നും വനം വകുപ്പ് കരുതുന്നുണ്ട്. 24 ഇടുക്കി. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വിലയിൽ വർധന. RSS 4-ന് 186 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ 230 രൂപയാണ് ഇന്നത്തെ വില. ആഗോള വിപണിയിലെ മുൻനിര റബ്ബർ ഉൽപാദകരായ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് ഇന്ത്യൻ നാച്ചുറൽ റബ്ബറിന്റെ ഡിമാൻഡ് കൂട്ടിയത്. പ്രതികൂല കാലാവസ്ഥയും ഫംഗസും മൂലം ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം ഇടിഞ്ഞതോടെ ഷീറ്റ് റബ്ബർ RSS 3-ന് രാജ്യാന്തര വില 50% കൂടിയത്. 2024 ജനുവരി മുതൽ വില കിലോയ്ക്ക് 225 രൂപയായാണ് ഉയർന്നത്. ടയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന RSS 4-ന്റെ വിലയും 16% ഉയർന്ന കിലോയ്ക്ക് 180 രൂപയിലെത്തിയിരുന്നു. അവസാനമായി പ്രാദേശിക റബ്ബർ വില കിലോയ്ക്ക് 200 കടന്നത് 2011-12 വർഷത്തിലാണ്. ആഗോള വിതരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടില്ലെന്നും വിലക്കയറ്റം തുടരുമെന്നുമാണ് വിദഗ്ധരുടെ പ്രവചനം. വിലക്കയറ്റം പ്രയോജനപ്പെടുത്താൻ ജൂൺ 30 വരെ ഷീറ്റ് റബ്ബറിന്റെ കയറ്റുമതി കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവ് റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയെ അപേക്ഷിച്ച് ഇത്തവണ ഇന്ത്യൻ റബ്ബർ കയറ്റുമതി ഇരട്ടിയായി 850 ടണ്ണിലെത്തിയതും റബ്ബർ കർഷകർക്ക് ആശ്വാസമാണ്. ആഗോളക്ഷാമം നീണ്ടു നിന്നേക്കാമെന്നതിനാൽ ഈ വർഷം ഇന്ത്യൻ റബ്ബറിന് മികച്ച വില ലഭിക്കുമെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നു. റബ്ബർ ഉൽപാദനത്തിലും ഈ വർഷം നേരിയ വർധനയുണ്ടെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉൽപാദനം 1.9% ഉയർന്ന് 7,39,000 ടണ്ണായി. എന്നാൽ റബ്ബർ വില കൂടിയാൽ അനുബന്ധ ഉൽപ്പന്നങ്ങളായ ടയറിനടക്കം വില കൂടുമെന്ന വിലയിരുത്തലുമുണ്ട്. ബിസിനസ് ഡെസ്ക് 24. വാർത്താമഴ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.